അപ്പോൾ ഞാൻ ഇവിടെ ഒരു മത്തങ്ങ മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 2 കപ്പ് മത്തങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ചെറിയ മാങ്ങ, വലിയ മാങ്ങയാണെങ്കിൽ ഒരു പുള്ളായാലും മതി, അതും കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനെ അടുപ്പിൽ വെച്ച് വേവിക്കാം. അതിലേക്ക് 3 പച്ചമുളകും ഒരു മുറി സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുറി സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 3ഉം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഞാനത് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇനി അടച്ച് വേവിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേരുവകളെല്ലാം ഒന്നിച്ചാക്കി അടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങയും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരങ്ങി ഉടച്ചു കൊടുക്കാം. അടപ്പ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ കാര്യം ഓർക്കാതെ ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ഉടച്ച് ഒരു 5-6 എണ്ണം, പിന്നെയാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അങ്ങനെ എല്ലാം ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ 1/2 കപ്പ് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ അതങ്ങോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ നിങ്ങൾ ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്, സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഒരു പാടുമില്ല, കാശും ചിലവുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഈ തിളച്ച് വന്ന സാധനം നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ തിളച്ച് വന്ന പച്ചടിയുടെ സാധനം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിപ്പം കടുക് വറുക്കാനുള്ള ഇത് വെച്ചിരിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഒരു നുള്ളു ചെറിയ ജീരകവും കൂടെ ഇട്ട്, ഇത് മറ്റേതിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല. ചതച്ച ജീരകമാണെങ്കിൽ, ഫുൾ ജീരകമാണെങ്കിൽ കടുക് വറുക്കുന്നതിലേക്ക് ഇട്ടാൽ മതി. ചതച്ച ജീരകമാണെങ്കിൽ നേരിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഈ കറിയിലേക്ക് ഒഴിക്കാം. കറി ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ച് അതിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിയായൊരു കറിയാണ്. നിങ്ങൾ ആരും വിചാരിക്കുന്ന കണക്കല്ല. ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം. ഞാൻ തന്നെ വിചാരിച്ചു ഇതൊക്കെ മുമ്പേ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒന്നും ഇതിങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം ഇങ്ങനെയൊക്കെ കറികൾ. ഇനി അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ഇച്ചിരി കൂടെ വേണം. എന്തിനാ കുറയ്ക്കുന്ന, വേണമെന്നെങ്കിൽ ഇട്ടേക്കാം. നല്ല ടേസ്റ്റിയായൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം കൂട്ടി വേണമെങ്കിലും കഴിക്കാം. എന്നാലും ഒരു കൂട്ടുകറിയായിട്ട് നമുക്ക്
ഉപയോഗിക്കാൻ നല്ല പറ്റിയ ഒരു കറിയാണ്. തീയൊക്കെ ഓഫാക്കി അടച്ചിടണം. അപ്പോഴെല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയായിട്ട് കാണാം.